അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ കർശന നടപടിയിലേക്ക് കടന്ന് DGCA വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ചുകളുടെ പരിശോധന നിർബന്ധമാക്കി. ഈ മാസം 21-ന് മുൻപ് പരിശോധനകൾ പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോഴത്തെ DGCയുടെ ഇടപെടൽ നിർദ്ദേശങ്ങൾ അത് ഏത് രീതിയിലാണ്, എന്താണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലെ വിമാനാപകടം അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അതിൽ ഈ സ്വിച്ചുകളുടെയൊക്കെ പ്രവർത്തനം അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ DGC നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെ? പ്രജിനി, അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിൽ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട FAAയുടെ, അതായത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചെറിയ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന ഒരു ഭാഗം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിർബന്ധിതമായി പാലിക്കേണ്ട പരിശോധന ആയിരുന്നില്ല. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിലും അത്തരം പരിശോധനകൾ നടന്നിരുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിൽ അത് ചർച്ചയാവുകയുണ്ടായി. കാരണം എന്തുകൊണ്ട് നിർദ്ദേശമുണ്ടായിരുന്നിട്ടും അത് പാലിച്ചില്ല എന്നതടക്കമുള്ള ചർച്ചകളിലേക്ക് വഴിവെച്ചു. ഒപ്പം മറ്റ് വിദേശ എയർലൈനുകളും ഈ FAAയുടെ നിബന്ധന സ്വീകരിച്ചുകൊണ്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ പരിശോധന കർശനമാക്കുകയുമുണ്ടായി. എത്തിഹാദ്, ഒപ്പം തന്നെ സൗദി എയർലൈൻ ഉൾപ്പെടെയുള്ള വിദേശ എയർലൈനുകളാണ് ഇപ്പോൾ ഈ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ വലിയൊരു ചോദ്യം വീണ്ടും ഉയർന്നു, എന്തുകൊണ്ട് രാജ്യത്ത് DGC ഇതിനൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ കർശന നടപടിയിലേക്ക് DGCയെ കടന്നിരിക്കുന്നു. ബോയിംഗ് വിമാനങ്ങളിലെ എല്ലാ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെയും ഇന്ധന സ്വിച്ചുകളുടെ പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ പരിശോധന 21-ന് മുൻപാകെ തന്നെ പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി DGCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. പരിശോധന നടത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് സമർപ്പിക്കുകയും വേണം. ഇന്ത്യയിലെ എല്ലാ എയർലൈനുകൾക്കും ഈ നിർദ്ദേശം ബാധകമാണ് എന്നുകൂടിയാണ് DGCയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കർശന നടപടിയിലേക്ക്, അതായത് വിമാനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ പരിശോധന അത് കർശനമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് DGCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.